ആറന്മുള സീറ്റ് BDJS നൽകാൻ ആലോചന. നീക്കത്തിൽ എതിർപ്പുമായി BJP നേതാക്കൾ രംഗത്ത് വരികയാണ്. BJP മണ്ഡലം കമ്മിറ്റികളുടെ ഗ്രൂപ്പിൽ നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് ചർച്ചകളും നടക്കുകയാണ്. CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, BJPക്ക് വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ അത് BDJS നൽകുമ്പോൾ അതൊരു ഒത്തുകളിയുടെ ഭാഗം എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ CPM സഹായിക്കുന്ന നിലയിലേക്ക് അടക്കമുള്ള ചർച്ചകൾ വരികയാണോ? ഏതൊക്കെ കേന്ദ്രങ്ങൾക്കാണ് അതൃപ്തിയുള്ളത്? 5 നിയമസഭാ മണ്ഡലങ്ങളിൽ പത്തനംതിട്ടയിൽ ആറന്മുളയിലാണ് വ്യക്തമായ, അതായത് 30,000-ത്തിലധികം ഉറച്ച BJP വോട്ടുകളുണ്ട് എന്നുള്ളതാണ് ആ കേന്ദ്രങ്ങൾ തന്നെ വിലയിരുത്തുന്നത്. 10 വർഷങ്ങൾക്ക് മുൻപ് 2016 അവർക്ക് ഏറ്റവും ഉയർന്ന വോട്ട് ഈ മണ്ഡലത്തിൽ ലഭ്യമായത്. അത് MD രമേശ് സ്ഥാനാർത്ഥിയായിരുന്ന വേളയിലാണ്. 37,900-ൽ പരം വോട്ടുകളാണ് 2016 ലഭിച്ചത്. കഴിഞ്ഞ തവണ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ള ബിജു മാത്യു മത്സരിച്ചപ്പോൾ പോലും 29,000 സംതിങ് വോട്ടുകൾ അവർക്ക് നേടാനായി. ആദ്യഘട്ടത്തിൽ ഇക്കുറി MD രമേശ്, അതോടൊപ്പം തന്നെ കുമ്മനം രാജശേഖരൻ എന്നീ മുതിർന്ന നേതാക്കളുടെ പേരുകളാണ് ആറന്മുള മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതെങ്കിൽ പിന്നീട് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ഷാജി രാഘവൻ, അജയകുമാർ വല്യുഴത്തിൽ എന്നിവരുടെ പേരുകളായിരുന്നു സജീവമായി കേട്ടത്. ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് BJP സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുന്നു, പകരം ഈ സീറ്റ് BDJS നൽകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളാണ് BJP കേന്ദ്രങ്ങൾ പൊതുവെ പങ്കുവയ്ക്കുന്നത്. ഇതിനാണ് എതിർപ്പ് ഉയർന്നു വന്നിട്ടുള്ളത്. BJPയുടെ മണ്ഡലം കമ്മിറ്റികളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചില നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിലും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുകയും പകരം സീറ്റ് BDJS നൽകുകയും ചെയ്താൽ അത് ആത്മഹത്യാപരമാകുമെന്നും അത് ഒരുപക്ഷെ പരോക്ഷമായെങ്കിലും ഇടതുപക്ഷത്തെ സഹായിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നത് തന്നെയാണ് BJPയിൽ എതിർപ്പിന് കാരണമായി വന്നിട്ടുള്ളത്. എന്തായാലും അന്തിമ പട്ടിക സംബന്ധിച്ചുള്ള തീരുമാനം ഒരുപക്ഷെ ഇന്നോ അതല്ലെങ്കിൽ നാളെ രാവിലെയോ ഉണ്ടാകും. എന്തായാലും BDJS സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ BDJS കേന്ദ്രങ്ങളുടെ യാതൊന്നും പ്രതികരിക്കുന്നില്ല. അതേസമയം തന്നെ BJP അത്തരത്തിലൊരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, വോട്ട് ചോർച്ച ഉണ്ടാകും. അത് ഇടതുപക്ഷത്തിന് ഗുണകരമാകുമെന്നുള്ളതാണ് പ്രാദേശിക തലത്തിൽ അടക്കം BJPയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ശരി, അഭിലാലാണ് പറയുന്നത്. 20,000-ത്തിലധികം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ മണ്ഡലമാണ് BJPക്ക്. ആ മണ്ഡലം അത് BDJS നൽകുന്നത് CPM സഹായിക്കാനാണ് എന്ന് BJP കേന്ദ്രങ്ങളിൽ നടക്കം വലിയ വിമർശനമാണ് ഉണ്ടാകുന്നത്.